ഹിന്ദി മേരാ ദോസ്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റായ ഖുലേ ദിൽ സെ എന്നുള്ള പാഠത്തിൻ്റെ നീലി ചിടിയ എന്ന കവിതയുടെ 2ാം ഭാഗമാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാഖ് ബുലാऊं लेकिन मेरे पास न आने वाली चिड़िया नीले आसमान से उतरी नीली एक निराली चिड़िया गाती उड़ने वाली चिड़िया उड़ती गाने वाली चिड़िया. ഇനി നമുക്ക് അർത്ഥങ്ങൾ പഠിക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. ഈ ചില്ലയുടെ അറ്റത്തിൽ നിന്ന് ആ ചില്ലയിലേക്ക്, ഈ ചില്ലയുടെ അറ്റത്തിൽ നിന്ന് ആ ചില്ലയുടെ അറ്റത്തിലേക്ക് പറന്നു പോകുന്ന പക്ഷി എന്നാണ് ഈ വരികളുടെ അർത്ഥം. അടുത്ത വരികൾ എന്താണ്? ലാഖ് ബുലാऊं ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. അർത്ഥം ഇങ്ങനെയാണ്: ലക്ഷം തവണ വിളിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല എത്ര വിളിച്ചാലും എൻ്റെ അടുക്കൽ വരാത്ത പക്ഷി. ആ വരികളിലെ നമുക്ക് ചില അർത്ഥങ്ങൾ നോക്കിയാലോ? സ്ക്രീനിൽ നോക്കിക്കേ. ഡാലി, എന്താണ് ഡാലി എന്ന വാക്കിൻ്റെ അർത്ഥം? ചില്ലയുടെ അറ്റം അല്ലേ? ഈ ഡാലി എന്നുള്ള വാക്കിന് നമ്മൾ വേറെ പദങ്ങളുണ്ട്. ഫുൻഗി എന്ന് നമ്മൾ പഠിച്ചു, ശാഖ എന്നും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അടുത്ത വാക്കാണ് ഉഡ് ഉഡ്, പറന്ന് പറന്ന് എന്നാണ് ഉഡ് ഉഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്തത് ജാനേവാലി. എന്താണ് ജാനേവാലി എന്ന വാക്കിൻ്റെ അർത്ഥം? പോകുന്ന. അടുത്ത വാക്കാണ് ലാഖ്. ലാഖ് എന്ന് വെച്ചാൽ ലക്ഷം. ബുലാവും, ബുലാവും എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് വിളിച്ചാലും. പിന്നെ അടുത്ത വാക്കാണ് മേരെ പാസ്. എന്താണ് മേരെ പാസ് എന്ന വാക്കിൻ്റെ അർത്ഥം? എൻ്റെ അടുത്ത്. അടുത്ത വാക്കാണ് ന ആനേവാലി, വരാത്ത. ഇതാണ് ഈ വരികളിൽ നമ്മളിപ്പോൾ പഠിച്ച വരികളിലെ അർത്ഥങ്ങൾ, പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. നിങ്ങൾ ഈ അർത്ഥങ്ങൾ എഴുതി നല്ലവണ്ണം പഠിക്കണം. ഇനി അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം. നീലെ ആസ്മാൻ സെ ഉത്തിരി നീലി ഏക് നിരാലി ചിടിയ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നീലാകാശത്ത് നിന്നിറങ്ങിയ നീല നിറത്തിലുള്ള ഒരു അതുല്യമായ പക്ഷി. അടുത്ത വരികളോ? ഗാത്തി ഉടനെ വാലി ചിടിയ എന്ന് വെച്ചാൽ പാടിപ്പറക്കുന്ന പക്ഷി. അടുത്ത വരിയോ? ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നു പാടുന്ന പക്ഷി. അപ്പോൾ ഇത്രയുമായിരുന്നു ഈ കവിതയിൽ ഉണ്ടായിരുന്ന വരികൾ. നമ്മളിപ്പോൾ ഈ കവിത മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠപുസ്തകത്തിലെ 13ാമത്തെ പേജിലെ ആക്ടിവിറ്റിയാണ്. നോക്കിക്കേ, സ്ക്രീനിലേക്ക് നോക്കിക്കേ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായി. സ്ക്രീനിൽ നിങ്ങൾക്ക് 4 പടങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? ഈ പടങ്ങളോടൊപ്പം ചില വാക്കുകൾ ഹിന്ദിയിൽ ഹിൻ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഹിൻഡുകൾ വെച്ചാണ് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ആദ്യത്തെ പടത്തിലെ ഹിൻ്റായിട്ട് തന്നിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് നോക്കിക്കേ. ചിപ്കർ ഗാന അല്ലേ? ചിപ്കർ ഗാന എന്ന വാക്കല്ലേ തന്നിട്ടുള്ളത്? അപ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റുക? ചിടിയ ചിപ്കർ ഗാത്തി ഹെ. ആ ഹിൻഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സെൻറ്റൻസ് ആണ് ചിടിയ ചിപ്കർ ഗാത്തി ഹെ. ഇനി അടുത്ത 2ാമത്തെ പടത്തിലേക്ക് നോക്കിക്കേ. 2ാമത്തെ പടത്തിലും ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ഹിൻഡായിട്ടുള്ള വാക്കുകൾ എന്താണ്? പാസ് ന ആന. അപ്പോൾ 2ാമത്തെ സെൻറ്റൻസ് ആണ് ചിടിയ പാസ് നഹി ആത്തി ഹെ. എന്താണ്? ചിടിയ പാസ് നഹി ആത്തി ഹെ. ഇനി 3ാമത്തെ പടത്തിലേക്ക് നോക്കിക്കേ. അവിടെ ഹിൻഡായിട്ട് കൊടുത്തിട്ടുള്ള വാക്കുകൾ എന്താണ്? ഝട്ട് ഉഡ് ജാന. എന്താണ് കൊടുത്തേക്കുന്നത്? ഝട്ട് ഉഡ് ജാന, വേഗത്തിൽ പറന്നു പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 3ാമത്തെ സെൻറ്റൻസ് എന്തായിരിക്കും? ചിടിയ ഝട്ട് ഉഡ് ജാത്തി ഹെ. എന്താണ്? ചിടിയ ഝട്ട് ഉഡ് ജാത്തി ഹെ. ഇനി 4ാമത്തെ പടത്തിലേക്ക് നോക്കിക്കേ. അവിടെ ഹിൻഡായിട്ട് കൊടുത്തേക്കുന്ന വാക്കുകൾ എന്താണ്? ദാന ഖാന എന്ന് വെച്ചാൽ ധാന്യങ്ങൾ തിന്നുക. അപ്പോൾ എന്താണ് 4ാമത്തെ സെൻറ്റൻസ് എന്തായിരിക്കും?
ചിടിയ ദാന ഖാത്തി ഹെ. അപ്പോൾ ഈ 13ാമത്തെ പേജിലെ ആക്ടിവിറ്റികൾ ഇതാണ്. ഇത് നിങ്ങൾ നല്ലോണം പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി പേജ് നമ്പർ 15ലെ ആക്ടിവിറ്റിയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കേ. ഇവിടെ എഴുതിയിരിക്കുന്നത് പങ്ക്തിയാ ഢൂണ്ടെ ഓർ ലിഖേ അല്ലേ? പങ്ക്തിയാ നോക്കി എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെന്റൻസ് വായിച്ചിട്ട് അതിൻ്റെ വരികൾ കവിതയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. അതാണ്. അപ്പോൾ ആദ്യത്തെ വരി നോക്കിക്കേ. എന്താണ്? ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പക്ഷി ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് പറന്നു പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ഏത് വരികളാണ് ഈ സെന്റൻസിലേക്ക് വരുന്നത്? ഏതാണ് വരികളാണ് ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കേ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് സ്ക്രീനിൽ? ചിടിയ ലോഗോങ്കെ പാസ് നഹി ആതി ഹെ. പക്ഷികൾ ആളുകളുടെ അടുക്കൽ ചെല്ലുന്നില്ല, അല്ലെ വരുന്നില്ല. അപ്പോൾ ഈ സെന്റൻസിന്റെ വരികൾ ഏതാണ് ഈ സെന്റൻസിന്റെ വരികൾ? ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ എന്ന വരികളാണ് ഈ സെന്റൻസിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കിക്കേ. എന്താണ്? ചിടിയ പത്തോ മേ ചിപ്കർ ഗാത്തി ഹെ. ചിടിയ പത്തോ മേ ചിപ്കർ ഗാത്തി ഹെ എന്ന് വെച്ചാൽ പക്ഷികൾ ഇലയിൽ ഒളിച്ചിരുന്ന് പാടുന്നു. അപ്പോൾ ഈ സെന്റൻസിന് വരുന്ന വരികൾ ഏതാണ് ഈ സെന്റൻസിന് വരുന്ന വരികൾ? ഇൻ പത്തോ മേ ഉൻ പത്തോ മേ ചിപ്കർ ഗാനെ വാലി ചിടിയ. എന്താണ്? ഇൻ പത്തോ മേ ഉൻ പത്തോ മേ ചിപ്കർ ഗാനെ വാലി ചിടിയ എന്നുള്ള വരികളാണ് ഈ സെന്റൻസിൽ വരുന്നത്. ഇനി അടുത്തത് നാലാമത്തെ സെന്റൻസ് നോക്കിക്കേ. നാലാമത്തെ സെന്റൻസിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം? പക്ഷികൾ ധാന്യങ്ങൾ തിന്നിട്ട് വേഗത്തിൽ തന്നെ പറന്നു പോകുന്നു. പക്ഷികൾ ധാന്യങ്ങൾ തിന്നിട്ട് വേഗത്തിൽ തന്നെ പറന്നു പോകുന്നു. അപ്പോൾ ഈ സെന്റൻസിന്റെ വരികൾ ഏതാണ് വരുന്നത്? ഏതാണ് വരികൾ? ദാന ഖാക്കർ पर फटकाकर झट उड़ जाने वाली चिड़िया. दाना खाकर पर फटकाकर झट उड़ जाने वाली चिड़िയ എന്നുള്ള വരികളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നീലി ചിടിയ എന്നുള്ള കവിതയിലെ എല്ലാ ആക്ടിവിറ്റികളും ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ പലതവണ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലവണ്ണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നീലി ചിടിയ എന്നുള്ള കവിതയിലെ എല്ലാ ആക്ടിവിറ്റികളും ചെയ്തു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ പലതവണ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലവണ്ണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. രണ്ടാം പാഠത്തിലെ വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതുവരത്തേക്കും എല്ലാവർക്കും ബൈ.